നമസ്കാരം. നമസ്കാരം. ഈ ശബരിമല സ്വർണ്ണപ്പാളി തട്ടിപ്പ് അതിൽ ഇപ്പോൾ ദേവസ്വത്തിൻ്റെ പങ്ക് പൂർണ്ണമായിട്ടും തെളിഞ്ഞിരിക്കുകയാണ്. ദേവസ്വം വിജിലൻസിൻ്റെ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതിൽ പ്രധാനമായിട്ടും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ അതിൽ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് ഈ പറയുന്ന തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്, അതിന് വഴിയൊരുക്കിയ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ അതെങ്ങനെയാണ് അതിന് വഴിയൊരുക്കിയത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ പറയുന്ന റിപ്പോർട്ടിലുണ്ട്. അത് മാത്രമല്ല ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ഈ പഴയ അധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ള ഈ ദേവസ്വം ബോർഡിന് ഇതിൽ യാതൊരു പങ്കുമില്ല എന്നൊരിക്കലും പറയാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ദേവസ്വം ബോർഡ് ഇതിന് ഇതിന്റെ ഈ വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഗൗരവമായിട്ടുള്ള അന്വേഷണം, അതിപ്പോൾ BJP ആവശ്യപ്പെടുന്നത് CBI പ്രോബാണ് ആവശ്യപ്പെടുന്നത്, CBI അന്വേഷണം, അങ്ങനെ ഒരു അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ മുൻ അഡ്മിൻ ഓഫീസർ, ശബരിമല മുൻ അഡ്മിൻ ഓഫീസർ ആയിട്ടുള്ള ആള് മുരാരി ബാബു, അങ്ങനെ പിന്നെ അതുപോലെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ, ഇങ്ങനെ പലരുടെ പേരുകളും പറയുന്നുണ്ട്. ഈ പോറ്റിക്കും സുഹൃത്തുക്കൾക്കും ഈ സാധനം ശബരിമലയിൽ നിന്ന് അടിച്ചുകൊണ്ട് പോകാൻ സഹായകമായിട്ടുള്ള. അപ്പോൾ ദേവസ്വം ബോർഡ് തന്നെ ഇവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ ശബരിമല എന്നുള്ളത് ഒരു ക്ഷേത്രമാണ്, നമുക്കത് പ്രതീകാത്മകമായി എടുക്കാം. അതായത് അതുപോലെ എത്ര ക്ഷേത്രങ്ങളിൽ എന്ന് നമുക്കിപ്പോൾ ചോദിക്കേണ്ടി വരും. ഈ ഓരോ ക്ഷേത്രങ്ങളിലും CBI അന്വേഷണം നടത്തേണ്ട ഒരു ഗതികേടിലല്ലേ ഇപ്പോൾ ഹിന്ദു സമൂഹം? തീർച്ചയായിട്ടും ഇതിപ്പോൾ ക്ഷേത്രങ്ങളൊക്കെ തന്നെ നമുക്ക് വളരെ ദുരൂഹമായ നടപടിക്രമങ്ങളുടെ ഒരു മാഫിയ ലോകമായി മാറുന്നു എന്ന് വേണം. ക്ഷേത്രങ്ങൾ മാത്രമല്ല, എല്ലാ ദേവാലയങ്ങളിലും ഇതുണ്ടാവാം. ഇപ്പോൾ വന്നിരിക്കുന്നൊരു ചിത്രം, ഈ കൂട്ടുകക്ഷികളായിട്ട് കള്ളത്തരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുഴപ്പം, അതിൽ ഒരുത്തനെ പിടിച്ചാൽ പിന്നെ പലതും പുറത്തു വരും. അപ്പോൾ പരസ്പര സഹായത്തോടെ എല്ലാവരും കൂടി മൂടിവെച്ച പലതും ഒരുത്തനെ പിടിച്ചാൽ, ഇപ്പോൾ പത്മകുമാറിനെ പ്രതി ചേർത്തുകൊണ്ട് FIR ഇട്ടു പഴയ ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷൻ. പത്മകുമാർ പറയുന്നത് ഇനി ഞാൻ ഏറ്റു, ഇനി ഞാൻ മാത്രമല്ല വേറെ പലരും ഉണ്ട്. എന്നിട്ട് അത് ആദ്യം ചൂണ്ടിക്കാണിക്കുന്ന പേര് തന്ത്രിയുടെ പേരാണ്. പേര് പറഞ്ഞില്ലെങ്കിലും ആരൊക്കെയാണ്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താ? ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പെട്ട് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം തന്ത്രിയും മന്ത്രിയും ഒക്കെ പിന്നാലെ വരാനുണ്ട് എന്നാ. അപ്പൊ ഇത് പലരിലേക്കും ചൂണ്ടുന്നുണ്ട്. ഇപ്പോ കടകംപള്ളി സുരേന്ദ്രന്റെ നേരെ ചൂണ്ടുന്നുണ്ട്, പിൽക്കാലത്ത് വന്ന മന്ത്രിമാർക്ക് നേരെ ആർക്കെ. ഇത് തീർച്ചയായിട്ടും ഒരു കാര്യം ഉറപ്പാണ്, സുധാകരൻ ഒഴികെയുള്ള ഏത് മന്ത്രിക്കും എല്ലാ മന്ത്രിമാർക്കും ഇതിൽ പങ്കുണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഇത് അത്ര എളുപ്പമുള്ള ഒരു സംഗതിയല്ല, ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യാവുന്ന ഒരു ക്രൈം അല്ലല്ലോ. ഒരു ക്ഷേത്രത്തിന്റെ വാതില് അല്ലെങ്കിൽ അവിടുത്തെ വിഗ്രഹം, അവിടുത്തെ പ്രധാനപ്പെട്ട സംഗതികളൊക്കെ അവിടുന്ന് അഴിച്ച് പുറത്തു കൊണ്ടുപോയിട്ട് ആഘോഷപൂർവ്വം കൊണ്ടുപോയിട്ട് ഈ പോകുന്ന വഴിയിലൊക്കെ VIP-കൾക്ക് കാഴ്ചവെക്കുക, അവരുടെ പൂജാമുറിയെ കൊണ്ടുപോയി അനുഗ്രഹിക്കുക. ശബരിമലയിലെ വിഗ്രഹം അല്ലെങ്കിൽ ശബരിമലയിലെ തങ്ക വാതില് ഇത് കൊണ്ടുപോയി അനുഗ്രഹിക്കുക, എന്നിട്ട് അവരോടൊക്കെ കാശ് വാങ്ങുക. വലിയ സിനിമാ താരങ്ങളെ ഇതിന്റെ പബ്ലിസിറ്റിക്ക് വേണ്ടി കൊണ്ടുപോയി അവർക്ക് ബോണസായിട്ട് കൊടുക്കുക, അവർക്ക് സൗജന്യമായിട്ട് കൊടുക്കുക. ഒരു വ്യക്തിപരമായിട്ടുള്ള സ്വത്തിനെ കൊണ്ടു നടക്കുന്ന പോലെയാണ് അതുപോലെയുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്തത്. അപ്പോൾ ഇത് ഒരു ചെറിയ ഏർപ്പാടാവാൻ സാധ്യതയില്ലല്ലോ. മാത്രമല്ല, എന്നിട്ടും മാസങ്ങളോളം എടുക്കുകയാണ്. ശബരിമലയിൽ നിന്ന് എടുത്തിട്ട് ചെന്നൈയിൽ ഇത് പൂശേണ്ട സ്ഥലത്തെത്തിക്കാൻ, ഒരു സങ്കേതത്തിലെത്തിക്കാൻ വളരെ പുണ്യപ്പെട്ടതെന്ന് ആളുകൾ ഭക്തന്മാർ വിശ്വസിക്കുന്ന ഒരു സംഗതിയാണല്ലോ. ഇത് കൊണ്ടുപോകാൻ 39 എത്രയോ 40 ദിവസം എടുക്കുക. അതെവിടെയായിരുന്നു എന്ന് യാതൊരു റെക്കോർഡും ഇല്ല. ഏത് സാധനം, ദൈവത്തിന്റെ സ്വത്തിന് മനുഷ്യന്റെ സ്വത്തിനേക്കാൾ ഇൻവെന്ററി വേണ്ടേ? ഒരു ഇൻവെന്ററി വേണമല്ലോ ഒരു സാധനം എടുത്താൽ. ഇപ്പൊ എന്തുണ്ട് ശബരിമലയിലെ ഓരോ മുറിക്കകത്തും, ഓരോ ശ്രീകോവിലിൽ എന്തുണ്ട്, ഓരോ മുറിയിൽ എന്തുണ്ട്, കലവറയിൽ എന്തുണ്ട്, പൂജാമുറിയിൽ, ഇതിനൊക്കെ ഒരു കണക്ക് വേണ്ടേ? എന്നിട്ട് ഈ 39 ദിവസം അല്ലെങ്കിൽ 40 ദിവസം ഇത് പുറത്തു പോയിട്ട് എവിടെ പോയി? ഒരു കണക്കുമില്ല. അവിടെ എത്തിയിട്ടുമില്ല, ഇവിടുന്ന് പോയിട്ടുമുണ്ട്. എന്നിട്ട് എന്താണ് ചെയ്തത്? കൊണ്ടുപോകുമ്പോ ഇത് പൂശാൻ കൊണ്ടുപോയതാണെങ്കിൽ കൊണ്ടുപോകുമ്പോൾ അത് സ്വർണ്ണമാണോ അല്ലയോ? അത് തെറ്റായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇതില് ഈ റിപ്പോർട്ടിന്റെ തന്നെ ഒരു പ്രസക്ത ഭാഗം വയ്ക്കുക, അത് ദ്വാരകപാലക ശില്പങ്ങളിൽ ചെമ്പ് തകിടുകൾ 98-ൽ തന്നെ സ്വർണം പൊതിഞ്ഞതാണെന്ന് അറിയാമായിരുന്നിട്ടും, അതായത് ഈ പറയുന്ന മുരാരി ബാബു ചെയ്ത തെറ്റാണ്. 2019 വെറും ചെമ്പ് തകിട് എന്ന് എഴുതി ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖാന്തരം സ്വർണം പൂശി കിട്ടുന്നതിന് വസ്തുതാവിരുദ്ധമായ ശുപാർശ ദേവസ്വം ബോർഡിലേക്ക് നൽകി എന്നുള്ളതാണ് മുരാരി ബാബുവിന്റെ തെറ്റെന്നുണ്ടെങ്കിൽ, അതിനോടൊപ്പം പറയുന്നത് ഒപ്പം ഈ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശുന്നതിനായിട്ട് 2024 ഓഗസ്റ്റ് 16 ചെന്നൈ സ്മാർട്ട് ക്രിയേഷനിൽ നിന്ന് ദ്വാരപാലക ശില്പങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊടുത്തുവിടാൻ വേണ്ടി അനുവദിക്കണം എന്ന്
ദേവസ്വം ബോർഡിനും ശുപാർശ നൽകിയിട്ടുണ്ട്. സുധീഷ് കുമാർ ചെയ്തത് എന്താണ്? അദ്ദേഹം ചെയ്തത് നീണ്ട നിര അതാണ്. അത് ഈ അവിടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് കൊടുക്കുന്ന സമയത്ത് ഇല്ലാത്തവരുടെ പേര് മഹസറിൽ എഴുതി കയറ്റി, ചെമ്പ് തകിടുകൾ, വെറും ചെമ്പ് തകിടുകളാണ്, സ്വർണ്ണമല്ലായിരുന്നു എഴുതി കയറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തുക്കൾക്കാണ് കൊടുത്തു വിട്ടത്. എന്നിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കാണ് കൊടുത്തത് എന്നാണ് മഹസറിൽ എഴുതി കയറ്റിയത്. അപ്പോൾ ഇതാണ് ഈ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ ചെയ്തത്. ഇങ്ങനെ ഒരു ഈ കളവിന് എന്താണ് പറയുക, കൊള്ളയ്ക്ക് കൂട്ടു നിൽക്കുന്ന ഒരു പ്രവൃത്തിയാണ് വരുന്നത്. ആലോചിച്ച് നോക്കൂ, അടിമുടി ദുരൂഹമാണല്ലോ. ഇതിപ്പോ വിജയ് മല്യ നേരത്തെ സ്വർണം പൂശി കൊടുത്തതാണ്. ആ സ്വർണം പിന്നെ എവിടെ വെച്ചാണ് ഇത് ചെമ്പാകുന്നത്? ചെമ്പായിട്ടാണ്, ചെമ്പാക്കിയിട്ടാണ്. ആലോചിച്ച് നോക്കൂ, സ്വർണം പൂശി എന്നോ കൊടുത്ത സാധനത്തെ വീണ്ടും സ്വർണം പൂശാൻ കൊണ്ടുപോകണമെങ്കിൽ അത് സ്വർണ്ണമാവാൻ പാടില്ലല്ലോ. അപ്പൊ അതിനെ ചെമ്പാക്കി രേഖ ഉണ്ടാക്കുക, എന്നിട്ട് കൊണ്ടുപോയിട്ട് ഈ ചെമ്പ് വീണ്ടും സ്വർണം പൂശി. അപ്പൊ ആദ്യത്തെ സ്വർണം എവിടെ പോയി? ഇതിന് കണക്കില്ല. ആദ്യത്തെ സ്വർണം പോയി ചെമ്പായത് എങ്ങനെ? അതിന് കണക്കില്ലല്ലോ. സ്വർണം കൊണ്ടുപോയി ചെമ്പാക്കാൻ ആരും കരാറെടുക്കില്ലല്ലോ. ചെമ്പിൽ കൊണ്ടുപോയി സ്വർണം പൂശാനുള്ള കരാറെടുക്കുന്നത്. അപ്പൊ എവിടെ വെച്ചാണ് ഈ അട്ടിമറി നടന്നത്? എന്നിട്ട് സ്വർണത്തിൽ വന്ന വ്യത്യാസം എങ്ങനെ? തിരിച്ചു കൊണ്ടുവരുമ്പോൾ വാരം അളക്കുമല്ലോ. വാരം അളക്കണ്ടേ, തൂക്കണ്ടേ? വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? സ്വർണം കൊണ്ടുള്ള കളിയല്ലേ? ഓരോ പണത്തൂക്കം പോലും വളരെ പ്രധാനമല്ലേ? അപ്പൊ ഇതിനൊന്നും യാതൊരു കണക്കും വ്യവസ്ഥയും ഇല്ലാതെ നടത്തിക്കൊണ്ടു പോവുക. അപ്പൊ അതിന് വേണമെങ്കിൽ ആവശ്യമില്ലാത്ത സാക്ഷികളെ ഉണ്ടാക്കുക, എന്നിട്ട് ഇത് ചെമ്പായിരുന്നു എന്ന് ചെമ്പാണെന്ന് എഴുതി കൊടുക്കുക. എന്നാലോചിച്ച് നോക്കൂ, ഈ സ്വർണം കൊണ്ടുപോകുമ്പോൾ ചെമ്പാണെന്ന് എഴുതി കൊടുക്കുക. ഇതിന്റെയൊക്കെ വിഹിതം ആരൊക്കെ പറ്റിയിട്ടുണ്ടാവും? മാത്രമല്ല, ഇത് കൊടുക്കാൻ അനുമതി കൊടുക്കാൻ തീർച്ചയായിട്ടും ദേവസ്വം ബോർഡിന് അനുമതി വേണമല്ലോ കൊണ്ടുപോകണമെങ്കിൽ. അതെ, തീർച്ചയായിട്ടും വേണം. ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സിലാണല്ലോ ഇതൊക്കെ എഴുതി വെക്കുന്നത്, ഇതിന് കണക്കെഴുതി വെക്കുന്നത്. അപ്പോ വളരെ അപകടം പിടിച്ച, അത്യന്തം നമുക്ക് വിശ്വസിക്കാനാവാത്ത സംഗതികളാണ്. വാസവൻ നേരെ വന്നാൽ യാതൊരു അത്ഭുതവുമില്ല. പക്ഷെ പുതിയ കാലത്ത്, ഇത് അടുത്ത കാലത്ത് ഏറ്റവും ഒടുവിൽ സംഭവിച്ചതല്ലാത്തത് കൊണ്ട് വാസവന് ചാർജ് എടുത്തതിന് ശേഷം അവിടെ എന്തൊക്കെ നടന്നു എന്നറിയില്ല. വേറെ ഇടപാടുകൾ ഉണ്ടാവാം. ഈ ഇടപാടിൽ ഇതുവരെ അദ്ദേഹത്തിന്റെ പേര് വന്നിട്ടില്ല. അപ്പൊ ഇത് പഴയതാണ്, പഴയ കേസ് പുറത്തു വന്നു, പത്മകുമാറിന്റെ കാലത്താണല്ലോ. അപ്പോ പക്ഷെ ആരൊക്കെ വരും എന്ന് പറയാൻ പറ്റില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ ഈ മതസ്ഥാപനങ്ങളുടെയും ദേവാലയങ്ങളുടെയൊക്കെ തലപ്പത്ത്, അതിൻ്റെയൊക്കെ ഭരണകക്ഷിയിൽ ഇപ്പോഴും രാഷ്ട്രീയ മത്സരമാണല്ലോ. ആലോചിച്ച് നോക്കൂ, ദേവസ്വം ബോർഡ് ആരൊക്കെയാണ്? ദേവസ്വം ബോർഡിൽ അന്ന് നടന്ന ഓർമ്മ, അവിശ്വാസികൾക്ക് എന്താണ് ദേവസ്വം ബോർഡിൽ കാര്യം? അതൊരു പ്രധാനപ്പെട്ട ചോദ്യം. ഒന്ന് അവിശ്വാസികളാണ്, രണ്ടാമത്തെ കാര്യം രാഷ്ട്രീയ പാർട്ടികളാണ്. ആര് മത്സരിച്ചാലും അവരുടെ പണി വേറെയാണ്, അവരുടെ മേഖല ആത്മീയമല്ല, അവരെയാണ്. ഇപ്പോൾ കണ്ടില്ലേ, പത്മകുമാർ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ വൈസ് പ്രസിഡന്റ് CPI-കാരനാണ്. അപ്പൊ ഇവര് വീതിച്ചെടുക്കുകയാണ്, മിണ്ടാതെ. ഒന്നാലോചിച്ച് നോക്കും. അപ്പോൾ ഇതിന്റെ സംഭവിക്കുന്നത് എന്താ? CPM CPI ആരാണോ നാട് ഭരിക്കുന്നത് അവർ തന്നെയാണ് ദേവസ്വം ബോർഡും വീതം വെക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കണക്ക് ആരൊക്കെ പറയണം? CPM-ന് എത്ര കിട്ടി, CPI-ക്ക് എത്ര കിട്ടി? ഇപ്പൊ ഇവരുടെയൊക്കെ മെമ്പർമാർ, ഇപ്പോൾ PSC മെമ്പർമാരെ നിയമിക്കുന്ന പോലെ തന്നെയാണ് ദേവസ്വം ബോർഡ് മെമ്പർമാരെ നിയമിക്കുന്നത്. അപ്പൊ ഇവർക്ക് കൊയ്ത്തുണ്ടെങ്കിൽ ആ കൊയ്ത്തിന്റെ പങ്ക് ആരൊക്കെ പറ്റിയിരിക്കണം? നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ പാർട്ടികൾ പറ്റിയിട്ടുണ്ടാവില്ലേ? തീർച്ചയായിട്ടും. അപ്പോ ഇതിന് എല്ലാവരും മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. ഞാൻ ഏതെങ്കിലും ഇപ്പോൾ CPM ആണ് ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ പറ്റുമോ? CPI-കാരുടെ പേരുണ്ട്. എല്ലാവർക്കും ഇതിൽ പങ്കുണ്ടെന്ന് വരും. അപ്പൊ ഇത് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പകൽ കൊള്ളയുടെ വളരെ പ്രകടമായിട്ടുള്ള കൊള്ള. അത് ആരെയാണ് ഈ പറ്റിക്കുന്നത് ആലോചിച്ച് നോക്കൂ. നിഷ്കളങ്കരായ ദൈവവിശ്വാസികളാണ് പറ്റിക്കുന്നത്, വിശ്വാസത്തെയാണ് വഞ്ചിക്കുന്നത്. അപ്പോ ഇവർക്ക് ആരെയാണ് വിശ്വാസമുള്ളത്? ഈശ്വരനിൽ വിശ്വാസമില്ല, ഇന്ത്യൻ ഭരണഘടനയിലും വിശ്വാസമില്ല, ജനങ്ങളിൽ വിശ്വാസമില്ല, നിയമവ്യവസ്ഥയിൽ വിശ്വാസമില്ല. ഒന്നും വേണ്ടല്ലോ. അത്തരത്തിലുള്ള ഇടപാടാണ്. ഈ ഇടപാടിന്റെ ഒരു ഭാവി എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, തീർച്ചയായിട്ടും ഈ വിശ്വാസികളുടെ സമൂഹം, എന്നിട്ട് ഈ വിശ്വാസികളെ പറ്റിക്കാനാണ് നമ്മൾ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത്. ആരെ പറ്റിക്കാനാണ്? ആലോചിച്ച് നോക്കൂ. ഇത് അയ്യപ്പന്റെ ഒരു പണി ആലോചിച്ച് നോക്കൂ. 2-3 കാര്യം ഈ സമയത്ത് തന്നെ ഇത് പുറത്തു വന്നല്ലോ. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഈ പാവങ്ങളായ ഹിന്ദുമത വിശ്വാസികളെ ചാക്കിലാക്കാൻ വേണ്ടി നടത്തിയൊരു സംഗതിയാണല്ലോ ആ സമയത്ത് തന്നെ. അപ്പോൾ അതിന് തീർച്ചയായിട്ടും അത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അതിന് ബദൽ സംഗമം നടന്നു. അപ്പുറത്ത് BJP മുൻകൈ എടുത്തിട്ട്. രണ്ടും രാഷ്ട്രീയമാണ്, പക്ഷേ ദൈവം ഇതിനെ രണ്ടിനെയും മറികടക്കുന്ന മട്ടില്. ഇപ്പൊ BJP-ക്ക് അതിനകത്ത് റോൾ ഉണ്ടാവാൻ സാധ്യതയില്ല പാർട്ടി എന്ന നിലയിൽ. കാരണം അവർക്ക് ഇതിൽ ഭരണപക്ഷത്വം അവരില്ലാത്തതുകൊണ്ട്. പക്ഷേ വേറൊരു പ്രശ്നമുണ്ട്. ഇതിനകത്ത് വലിയ ഒച്ച വെക്കുന്നവർക്ക് പലരും നിശബ്ദരായി പോകും. കാരണം ഈ തന്ത്രിക്ക് പങ്കുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്.
തന്ത്രിമാരറിയാം അല്ലെങ്കിൽ തന്ത്രി മുന്നോട്ട് വന്ന് പറയണം തനിക്ക് വോയിസ് ഇല്ലായിരുന്നു എന്ന് പറയണം, തന്ത്രി പറയണം. മാത്രമല്ല തന്ത്രിമാരെ കുറിച്ചൊന്നും അത്ര നല്ല ഇമേജ് അല്ലല്ലോ. നേരത്തെ തന്നെ തന്ത്രിമാരുടെയൊക്കെ കുറിച്ചുള്ള ആരോപണങ്ങൾ പലതും പുറത്തു വന്നതാണല്ലോ. അപ്പൊ തന്ത്രിയും മന്ത്രിയും എല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു ഇടപാടാണെങ്കിൽ രാഷ്ട്രീയക്കാരും ആത്മീയവാദികളും എല്ലാം ചേർന്ന് ശബരിമലയിലെ പാവങ്ങളായ ജനങ്ങളെയും സാക്ഷാൽ അയ്യപ്പനെയും പറ്റിക്കായിരുന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ് ഒരു പാറ്റേൺ എങ്കിൽ ഒരു സൂക്ഷ്മമായ പരിശോധനയും കനത്ത ജാഗ്രതയും ഇന്ത്യയിൽ എല്ലാ ദേവാലയങ്ങളിലും വേണ്ടതല്ലേ? നമുക്ക് അറിയുന്നത് മാത്രമാണ്. ഇപ്പോൾ അറിഞ്ഞപ്പോൾ ഒരു തുമ്പ് പുറത്തു വന്നപ്പോഴാണ് ശബരിമലയിൽ അന്വേഷിച്ചു പോകുന്നത്. അപ്പോഴാണ് ഈ മാതിരി ഭീകരമായ കൊള്ള, കിലോ കണക്കിന് സ്വർണം കൊണ്ടുപോയി പറ്റിച്ച് തട്ടിപ്പ് നടത്തിയ അവസ്ഥ. ഇതാണെങ്കിൽ ഇന്ത്യയിലെ എല്ലാ ദേവാലയങ്ങളിലും ഒരു അന്വേഷണം. BJP-യുടെ ഒരു അജണ്ടയാണ് ഈ പറയുന്ന ക്ഷേത്രങ്ങൾ ഫ്രീ ആക്കുക എന്നുള്ളത്. അതായത് ദേവസ്വം ബോർഡിൽ നിന്ന് തിരിച്ച് വിശ്വാസികളിലേക്ക് നൽകുക. തകർന്നു പോകുന്നെങ്കിൽ തകർന്നു വയ്ക്കോട്ടെ, ക്ഷേത്രങ്ങൾ തകർന്നു പോകുന്നതിൽ അവിശ്വാസികൾ വിഷമിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ് അതിൽ ഒരു ശരിയുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ വിശ്വാസികൾക്ക് MN വിജയൻ മാഷ് പറയാറുണ്ട്, ഈ ഭൗതികവാദി ജീർണിച്ചു പോയാൽ അതിനേക്കാളും വൃത്തികെട്ട ഒരു ജീവി വേറെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ആരെയും പേടിക്കണ്ടല്ലോ. ദൈവവിശ്വാസിക്ക്, യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും ഭഗവാന്റെ ഒരു വിഗ്രഹം മോഷ്ടിക്കാൻ പേടിയുണ്ടാവും, കുറ്റബോധം ഉണ്ടാവും. അവന് ശാപം കിട്ടുമെന്നോ ശിക്ഷ കിട്ടുമെന്നോ അവൻ അനുഭവിക്കേണ്ടി വരുമെന്നോ കർമ്മഫലം ഒക്കെ വിശ്വാസമുള്ളവരാണ് ഇവർ. പരലോകത്തിലും പുനർജന്മത്തിലും ഒക്കെ വിശ്വാസമുള്ളവരാണല്ലോ. ഏറ്റവും ചുരുങ്ങിയത് അടുത്ത ജന്മം പട്ടിയോ പൂച്ചയോ ആയിട്ട് പിറക്കേണ്ടി വരും എന്നെങ്കിലും ഭയപ്പെടുന്നവരാണ്. അത്തരത്തിലുള്ള വിശ്വാസമൊന്നും ഇല്ലാത്തവർ ആരെയാണ് പേടിക്കേണ്ടത്? അപ്പോൾ അവർ ദൈവത്തിൻ്റെ സംരക്ഷണം ഏൽപ്പിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അവർ ദൈവത്തെയും വിൽക്കും, ദൈവത്തെപ്പോലും വിഗ്രഹങ്ങളെപ്പോലും വിൽക്കും എന്ന് സംശയിക്കേണ്ടതുണ്ട്. വല്ലാത്തൊരു സാഹചര്യമാണ്. ഏറ്റവും ചുരുങ്ങിയത് ദേവാലയങ്ങൾ വിശ്വാസികൾക്ക് കൊടുക്കുക. അങ്ങനെയെങ്കിലും ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ പിന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പം ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ആരാണ് വിശ്വാസി എന്ന് എങ്ങനെ തീരുമാനിക്കുന്നതായിരിക്കും അടുത്ത ചോദ്യം. ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. എന്തായാലും രാഷ്ട്രീയ പാർട്ടികൾക്ക് വീതം വെച്ചിട്ട് ദേവസ്വം ബോർഡുകളെ ഭരിക്കാൻ വിടുന്നത് അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും ആലോചിക്കേണ്ടതാണ്, പുനരാലോചന നടത്തേണ്ടതാണ്. എന്തായാലും ബാക്കി അന്വേഷണം നടക്കട്ടെ. ആരൊക്കെ പുറത്തു വരും, ആരുടെയൊക്കെ പേര് നാളെ മുതൽ ചർച്ച ചെയ്യേണ്ടി വരും നമുക്കറിയില്ല. കാത്തിരിക്കാം.